അപ്പോൾ ഞാൻ ഇന്ന് ഏഷ്യൻ്റെ ചർച്ച ചെയ്യുന്നു, പിണറായി എന്താണ് മോദിയുടെ ഐശ്വര്യമോ എന്നാണ് ചോദ്യം. അത് ചർച്ച ചെയ്യുന്ന ആരാന്നറിയോ? BJP സംസ്ഥാന അധ്യക്ഷൻ്റെ സ്വന്തം ചാനലാണ്, അദ്ദേഹം അതിൻ്റെ ഷെയർ ഹോൾഡറാണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് അവിടെ ഇടപെടാൻ കഴിയില്ല. അപ്പോൾ വലിയ മീറ്റിംഗ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ 30ാം വാർഷികം നടക്കുകയാണ്, അവിടെ അദ്ദേഹം ചെല്ലുന്നില്ല. കാരണം അത് മോലാളിയെ പോലും അങ്ങോട്ട് ചെല്ലുന്നില്ല. ഞാൻ ഈ കാര്യം ഞാൻ ഈ മീറ്റ് എഡിറ്റേഴ്സിൽ പറയണമെന്ന് ആലോചിച്ചതാണ് കുറേ. കാരണം ഞാനിവിടെ ഇരുന്നിട്ട് ഈ റിപ്പോർട്ടറിൻ്റെ ഇതിൽ തലപ്പത്തിരുന്ന് ഞാൻ ഈ വേറൊരു ചാനൽ മുതലാളിക്കെതിരെ പറയണമെന്ന് ആലോചിച്ചു. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു കോക്കസ് സംവിധാനം ഇങ്ങനെ പ്രവർത്തിക്കും. കോക്കസ് സംവിധാനം ആർക്കെതിരെയും തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഒറ്റയടിക്കടിക്കും. അത് കഴിഞ്ഞാൽ അത് അങ്ങനെ അവസാനിക്കും. ഇപ്പോൾ എനിക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. കാരണം അത് ആ കോക്കസ് മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ അത് ഈ തിരിച്ചടി ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തിൽ വേറെ എത്ര ചാനലുകൾ ഇതെടുത്ത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരള ചർച്ച ഇത് തന്നെയാണ് കർണാടകയിലെ അവസ്ഥ. കർണാടകയിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചാനലുണ്ട്, അദ്ദേഹം അവിടുത്തെ രാജ്യസഭ MP ആയിരുന്നു, അവിടുത്തെ നേതാക്കൾ. കാരണം ഞാൻ പറഞ്ഞു 140 MLA-മാരെ വിലക്കെടുത്ത് രാജ്യസഭ MP ആയ ഒരാൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ അവിടെ ഒരു 175 ഏക്കർ സ്ഥലത്ത് അവിടുത്തെ MLA-മാർ വേണ്ട സമരം ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വേണ്ട സമരം ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് രാഷ്ട്രീയ നേതൃത്വം സമരം ചെയ്യില്ല എന്നുള്ളതാണ്.